ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് സ്ട്രീറ്റ് അറേബ്യയിലാണ്. ഫ്രണ്ട്സായിട്ട് നോമ്പ് തുറക്കി വന്നിരിക്കുകയാണ്. പാലക്കാട് സ്ട്രീറ്റ് അറേബ്യയിൽ റമദാൻ സ്പെഷ്യൽ ഇഫ്താർ കോംബോ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നമ്മൾ ഇവിടെ തന്നെയാണ് കൂടിയത്. ഇതാണ് ഉമ്മു, ഇത് ആഷ്ലി ആൻഡ് ദിസ് ഇസ് ദിദി, നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. ഇവരെല്ലാവരും നമ്മുടെ +2 ഗ്യാങ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ അശ്വിൻ അബ്രോഡാണ്. അവൻ നമ്മളെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. +2 ഒക്കെ കഴിഞ്ഞ് 3-4 വർഷമൊക്കെ ആയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ പഴയ വൈബിനേക്കാൾ വൈബ് ആവാറുണ്ട് ഇപ്പോഴും. ആ ചിരി കണ്ടില്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ചളികൾ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. ആ റെസ്റ്റോറൻറ്റിലുള്ളവരാണെങ്കിൽ മുഴുവനും നമ്മളെ നോക്കി ഇരിക്കുകയായിരുന്നു. കാരണം അമ്മാതിരി കൊലച്ചിരിയാണ് നമ്മൾ ചിരിച്ചത്. പക്ഷെ ആ ഒരു വൈബിലേക്ക് നമുക്ക് ഇപ്പോഴും ആവാൻ പറ്റും. കുറേ ആയിട്ട് നമ്മൾ കാണുക അല്ലെങ്കിൽ ഡെയിലി ചാറ്റ്സോ കോൾസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു മൊമെന്റിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ബാക്ക് ടു ആ ഒരു പഴയ വൈബിനേക്കാളും വൈബാവും. ഓർമ്മയുണ്ട്, പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ, എടാ പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഇഫ്താർ എല്ലാം കഴിഞ്ഞു, നോമ്പ് തുറയൊക്കെ നല്ല മന്തിയൊക്കെ കഴിച്ച് അടിപൊളിയാക്കി. അതിനുശേഷം പിന്നെ നമ്മൾ താഴെ ഇറങ്ങി ഫോട്ടോഷൂട്ടായിരുന്നു. ഇവിടെ ക്യാമറ ദിദി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നു. യെസ് ഗൈസ്, ദിസ് ഇസ് ഉമ്മു ഹിയർ. ഉമ്മു ഖത്തറിലോട്ട് പോവാണ്. സോ അതിന്റെ സങ്കടം, നല്ല സങ്കടമുണ്ട്. ആർക്ക്? എനിക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത് അവിടെ. സ്ലീപ്ലെസ് നൈറ്റ്സ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ്. എല്ലാരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാസം എനിക്ക് 2000 അയച്ചു തരണം. കേട്ടല്ലോ വീഡിയോയിലൊക്കെ. ഐഫോൺ തരാം. സോ ഉമ്മു ഖത്തറിലോട്ട് പോവാണ് ജോലി കിട്ടിയിട്ട്. നമുക്ക് ചെലവൊക്കെ തരണം. എല്ലാവർക്കും ചെലവ് വന്നു. എല്ലാവരും 210 രൂപ. എന്നിട്ട് അത് അവളുടെ ചെലവാണെന്നാണ് അവൾ പറയണത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കി കൂടിയതാണ്. പാലക്കാട് സ്ട്രീറ്റ് അറേബ്യയിൽ വെച്ചാണ് നമ്മൾ കൂടിയത്. എല്ലാവരും ഉണ്ട്. ആഷ്ലി ഉണ്ട്. ഇമ്മുവിനെ കുറിച്ച് എന്താ കരയോ? ദിദി ഹിസ് ഹിയർ. ദിദി പറഞ്ഞോളൂ. ഞാൻ ദിദിയാണ്. ഇവരെല്ലാരും എന്റെ +1 ഫ്രണ്ട്സാണ്. ഉമ്മുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉമ്മുവിനെ പറ്റി, ഉമ്മു നല്ലൊരു കൊച്ചാണ്, ഭയങ്കര സ്നേഹമാണ്. കൊച്ചാണെന്നൊക്കെ. ഉമ്മ പോവല്ലേ, അപ്പൊ എന്താ അതിന്റെ വിഷമമുണ്ട്. അരച്ചിലും പൊട്ടോന്ന് അറിയില്ല. എവിടെ പോയാലും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാരും ഇപ്പൊ പറഞ്ഞു പോവാൻ ഒരാഴ്ചയുണ്ട്. ഇപ്പഴേ പറഞ്ഞു കറിയിക്കുന്നത്. കുഴപ്പമില്ല, നമ്മളിനി ഒരാഴ്ചയും പറഞ്ഞു കറിയിപ്പിക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിട്ട് പറഞ്ഞു. അവിടെ പോയാലും ഉച്ചയ്ക്ക് സർവൈവ് ചെയ്യണ്ടേ. ഹായ് ഗൈസ്. ഫോട്ടോ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. പേര് അർജുൻ, സദാശിവന്റെ മകൻ. അർജുന് നല്ല പെൺകുട്ടികൾ, എന്താ ഭക്തിയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള എപ്പോഴും പള്ളിയല്ല അമ്പലത്തിലൊക്കെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതുപോലത്തെ ഒരു പെണ്ണിനാണ് വേണ്ടത്. അഞ്ജനത കണ്ണെഴുതിയ ആ ടൈപ്പിലുള്ള പെൺകുട്ടികളാണ്. അവനെപ്പോഴേക്കാന്ന് വിളിക്കണം. അവന്റെ പെണ്ണ് കെട്ടാണെന്നില്ല, എല്ലാവരും പെണ്ണ്. അവന്റെ ലിസ്റ്റ് നമ്മൾ പിന്നീട് പുറത്തിറക്കുന്നത്. ബാക്കി അവർ കാണിക്കാൻ പറ്റും. മുങ്ങി നടക്കുവാണ്. പുറത്തിറങ്ങും. എന്തായാലും ഈ ബാഗ് ഇന്ന് രാത്രി തന്നെ അർജുനിക്ക് രണ്ടാം സെറ്റാണ്. അറിയുന്നവരെ ഷെയർ ചെയ്ത് വിടുക. പാവം ചെക്കനാണ്. ഒരു പെണ്ണ് കൊടുത്ത് ജീവിതം കൊടുക്കണം. അവനിക്ക് പേടിക്കേണ്ട നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. കഞ്ഞി കുടിച്ചിട്ടായാലും ജീവിക്കും. പക്ഷെ ചെറുതായിട്ടൊരു കോഴിത്തരം മാത്രമേ. ആ ഒരു പ്രശ്നം. ഉമ്മു കരയുന്നു ഗൈസ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ.
എനിക്ക് അങ്ങനെ നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല തെണ്ടികളെ നിങ്ങൾ പറയാം ഷിറാസിക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട് ഓ എനിക്കറിയാം. അത് ഞാൻ ഇപ്പോഴും വിയോജിക്കും. ഉമ്മ പോണതിന്റെ വിഷമത്തിൽ അവള് തന്നെ ഇരുന്ന് കരഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കട്ടൻസിലോട്ടാണ് പോയത്. ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് സ്പോട്ടാണ് ഈ കട്ടൻസ്. പാലക്കാട് നൈറ്റ് ലൈഫിൽ ഇത്രയും വൈബുള്ള വേറൊരു സ്ഥലം ഇല്ല. കട്ടൻസിൽ വന്നിട്ട് കട്ടൻ കുടിക്കാതിരുന്ന എങ്ങനെയാ? അങ്ങനെ ഞങ്ങൾ കട്ടനൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അയ്യോ എമ്മ വായിക്കൊണ്ട് വെച്ചി ഫോണ് ചായ കുടിക്കണടുത്ത് വന്നിട്ട് എടാ വീഡിയോന്റെ തമ്മില് എന്താ ഇടണ്ടേ? ക്യാപ്ഷൻ എന്താ ഇടണ്ടേ? പെണ്ണ് കിട്ടണം ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ അർജുദിനെ വില കിടക്കുന്നത്. നല്ല ഈ കാലത്ത് MDMഉം കള്ളും കഞ്ചാവും ഒന്നും ഇല്ലാത്തൊരു സെക്കൻഡാണ് അത് അർജുനാണ്. അതൊന്നും ഇല്ലാത്ത സെക്കൻഡ്. പാൽപ്പൊടിയും തിന്നു നടക്കണം പറയുന്നു. അതുകൊണ്ടാ പെണ്ണ് കിട്ടാത്തത്. ആത്മാർത്ഥത അപ്പൊ നീ എന്തുള്ള എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമൊക്കെ ആയി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട്. പക്ഷെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് മരിച്ചു.